സ്തുതിയായിരിക്കട്ടെ. 12ാം ക്ലാസ്സിലെ അധ്യായം 4 എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വം എന്ന ചാപ്റ്ററാണ് ഇത്. ഈ ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ടഫ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൻ്റെ ആശയം എന്ന് വ്യക്തമാക്കാം. ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ 2 ശാസ്ത്രജ്ഞന്മാരുടെ കോട്ടിങ് കൊണ്ട് തന്നേക്കണം. ഒന്ന് ഗോൾഡൻ ആൾപോർട്ടാണ്. ഗോൾഡൻ ആൾപോർട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ അയാളുടെ ചിന്ത എങ്ങനെയാണ്, ആ ചിന്തയ്ക്കനുസരിച്ച് അയാൾ എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത്. അത് ശാരീരികമായിക്കോട്ടെ മാനസികമായ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും അയാളുടെ ചലനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു വ്യക്തിയുടെ ചിന്ത പെരുമാറ്റം, അത് ഒരു വ്യക്തിയുടെ ചിന്തയും പെരുമാറ്റം എന്ന് പറയുന്നത് അയാളുടെ ശാരീരികവും മാനസികമായ ഘടനകളുടെ ചലനാത്മകമായ ഒരു ക്രമീകരണമാണ് എന്ന് പറഞ്ഞത് ആരാ? ഗോൾഡൻ ആൾപോർട്ട്. രണ്ടാമത് പറഞ്ഞ ആളാണ് ഹാൻസ് ഐസക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അയാൾ പറയുന്നത് നമ്മുടെ ചിന്തകൾ, അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, നാഡീവ്യവസ്ഥകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ബയോളജിക്കൽ പരമായിട്ടാണ് നമ്മുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞ ആളാണ് ഹാൻസ് ഐസക്. ഓക്കെ, ഇനി എന്താണ് വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ? ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയാണ്. ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഒന്ന് ശാരീരികമായി അയാൾ എങ്ങനെയാണ്, മാനസികമായി എങ്ങനെയാണ് പെരുമാറുന്നത്, വികാരങ്ങൾ എങ്ങനെയാണ്, ബൗദ്ധികമായ അയാളുടെ തലം, ആത്മീയമായ തലം. ഇതാണ് സവിശേഷതകൾ. ഒരു വ്യക്തിയുടെ സവിശേഷത എന്ന് പറയുമ്പോൾ ഒന്ന് ശാരീരികം വരും, മാനസികം വരും, വികാരം വരും, ബൗദ്ധികം വരും, ആത്മീയമായ കാര്യങ്ങൾ. അതിൽ ഓരോ വ്യക്തിയും അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ പാരമ്പര്യം, നമ്മളിപ്പോൾ പറയില്ലേ ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടറാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണോ അതിൽ നിന്ന് ആ പാരമ്പര്യം അനുസരിച്ച് മക്കളുടെ മക്കൾ ഡോക്ടറാകുന്ന അങ്ങനെ രീതിയുണ്ട്. പക്ഷെ അതല്ലാതെയും വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ 100-ൽ 90% പറയുന്നത് അവരുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണോ അതനുസരിച്ച് വ്യക്തിത്വം രൂപീകരിക്കുന്നു. അതായത് അവരുടെ നല്ല പെരുമാറ്റമുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്, മാന്യമായി സംസാരിക്കുന്ന ആളുകൾ, ആകാര സവിശേഷതകൾ, കായികവും കലാപരമായ കഴിവുകൾ, ഇതൊക്കെ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യ ഘടകങ്ങളാണ്. ഓക്കെ, ഇനി ആന്തരികമായ ഘടനയുണ്ട്. ഒരാൾ എങ്ങനെ അയാൾ ഏത് കള്ളന്മാരുടെ ഇടയിലായാലും അയാൾ സത്യസന്ധതയോടെ പെരുമാറുള്ളൂ. കാരണം എന്താ, അയാൾ കുടുംബത്തിൽ നിന്ന് പഠിച്ചത് അങ്ങനെയായിരിക്കും. അപ്പോൾ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഉറച്ച് കിടക്കാണ്. സത്യസന്ധത, സ്നേഹം, അതൊക്കെ ആന്തരികമായ ഘടകങ്ങളാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഇനി 2 തരത്തിലും വരും. കള്ളൻ്റെ സ്വഭാവമാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് അത് തന്നെയായിരിക്കും വരാം. അപ്പോൾ ആന്തരിക ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്നേഹം, സത്യസന്ധത, നീതിബോധം, ക്ഷമാശീലം, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, വിശുദ്ധി, ഭൗതികശേഷി, വിശകലനശേഷി, പ്രശ്നപരിഹാരശേഷി, ഇതൊക്കെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരിക ഘടകങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തിയിലും നിർണ്ണയിക്കുന്ന ഒരു ചുറ്റുപാടുകൾക്ക് കുറേ പ്രാധാന്യമുണ്ട്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അത് ശാരീരികവും മാനസികവും വൈകാരികവും ബൗദ്ധികവും ആത്മീയമായ സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആന്തരിക ഗുണങ്ങൾ? ആന്തരിക ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ ഉറച്ചു കിടക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് സ്നേഹം, സത്യസന്ധത, നീതിബോധം, ക്ഷമാശീലം, അങ്ങനെ അങ്ങോട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അതെങ്ങനെയാണ് ഒരു വ്യക്തിത്വം പ്രകാശിതമാകുന്നത്. അതായത് ശാരീരികവും ഭൗതികവും വൈകാരികവും സാമൂഹികവും ആത്മീയമായിട്ട് ഇതെങ്ങനെയാണ് പ്രകാശമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. 5 തലങ്ങളുണ്ട്. ഇതിൻ്റെ പേരുകൾ പഠിക്കുക. ആധ്യാത്മിക ക്ഷമത, അതായത് സ്പിരിച്വൽ കോഷ്യനൻറ്റ്, ശാരീരിക ക്ഷമത, വൈജ്ഞാനിക ക്ഷമത, വൈകാരിക ക്ഷമത, സാമൂഹിക ക്ഷമത. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ആധ്യാത്മികമായി, ശാരീരികമായി, വൈജ്ഞാനികം, വൈകാരികം, സാമൂഹികം, ഇതാണ് വ്യക്തിത്വം പ്രകാശിതമാകുന്ന മേഖലകൾ. പിന്നെ നമ്മുടെ ആത്മീയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം ദൈവം കുടികൊള്ളുന്നുണ്ട്. അതാണ് ദൈവിക അംശമാണ് ആത്മാവ്. ആത്മീയ വളർച്ച പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം പരിപക്വമാകുന്നത്, പരിപൂർണമാകുന്നത്. ആത്മീയ വളർച്ച പ്രാപിക്കുമ്പോഴാണ്. ഈ ആത്മീയ വളർച്ച പ്രാപിക്കാൻ നമ്മൾ പറഞ്ഞ ഈ ആന്തരിക ഘടകങ്ങളുണ്ടല്ലോ, പോസിറ്റീവായിട്ടുള്ള ആന്തരിക ഘടകങ്ങൾ, സ്നേഹം, സത്യസന്ധത, അതുമാതിരി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, അതെല്ലാം
നമ്മൾ സാമൂഹ്യ മേഖലയിലേക്ക് വികസിക്കുമ്പോഴാണ് ഒരു വ്യക്തിത്വം പരിപൂർണമാകുന്നത്. അങ്ങനെ പൂർണ്ണമായി വികസിച്ച ഒരേ ഒരു വ്യക്തിയാണ് ഈശോ. അപ്പോൾ എന്തൊക്കെയാണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ? അടുത്ത ചോദ്യം അതാണ്. ഈശോ എങ്ങനെയാണ് നമുക്ക് മാതൃകയായത്? അതിനുള്ള പോയിൻറ്റ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ പോയിൻറ്റ്സ് പഠിച്ചിട്ട് ആ പോയിൻറ്റ്സുമായി റിലേറ്റഡുള്ള ബൈബിൾ വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോ പോയിൻറ്റുകൾ പഠിക്കാം. സ്വയം അവബോധം എന്തായിരുന്നു? ഈശോയ്ക്ക് ഒരു അവബോധം ഉണ്ടായിരുന്നു. എന്താണ്? ഈശോ മിശിഹായും പിതാവും ഒന്നാണ്. അതുമാതിരി ജീവിത ലക്ഷ്യത്തെക്കുറിച്ചിട്ട് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഈശോ എന്തിനാണ് വന്നത്? ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ്, അന്ധർക്ക് കാഴ്ച നൽകാനാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ്. അതുമാതിരി നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ബോധ്യം വേണം. അപ്പോഴാണ് നമ്മൾ ഈശോയുടെ പോലെ ആകുള്ളൂ. ഒരു സ്വയം ഞാൻ ആരാണെന്നൊരു അവബോധവും ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതുമാതിരി ഒരു വൈകാരിക പക്വത വേണം. അതായത് കുരിശുമരണ സമയത്ത് ഈശോ ഒരു വൈകാരിക പക്വതയാണ് ഉണ്ടായിരുന്നത്. ഈശോയുടെ മുഖത്ത് തുപ്പിയ ആൾക്കാരെയും അതുപോലെ തന്നെ ഈശോയ്ക്ക് വെള്ളം കൊടുക്കുന്നതിന് പകരം കയ്പ് നീര് കൊടുത്ത ആൾക്കാരുടെയൊക്കെ ഈശോ എങ്ങനെയാണ് പെരുമാറിയത്? ഈശോയുടെ ദേഷ്യം പ്രകടമായിരുന്നില്ല. അവിടെയൊക്കെ ഈശോ സ്നേഹം തന്നെയാണ് കാണിച്ചത്. വൈകാരിക പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു? അതുമാതിരി പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ചിരുന്നത്? പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ ആളുകൾ വന്നപ്പോൾ ഈശോ എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? ഈശോ അവരോട് തർക്കിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈശോ അതിന് പരിഹാരം നൽകിയത്? കരുണയോടെ എങ്ങനെയാണ് പെരുമാറുക? ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ, പിശാചുബാധിതരെ സുഖപ്പെടുത്തുമ്പോൾ. അതുമാതിരി തന്നെ അടുത്ത പോയിൻ്റാണ് തുറവി. ഈശോ പാപികളെയും ചുങ്കക്കാരുടെയും കൂടെയാണ് എന്നാണ് പറഞ്ഞത്. അവരെയൊക്കെ ചേർത്ത് പിടിച്ചിരുന്ന ഈശോയുടെ വിശാല മനസ്കത. അടുത്ത പോയിൻ്റ് ആത്മനിയന്ത്രണം. ജീവിതത്തിലുടനീളം ഈശോ എന്തായിരുന്നു? ആത്മനിയന്ത്രണമാകുന്നു. രാജാവാകാൻ പലരും ഈശോയെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഈശോ എന്താ ചെയ്തത്? കുരിശുമരണം കൈവരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഈശോ പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ നല്ല കളനെ പറുദീസ കിട്ടാൻ വാഗ്ദാനം ചെയ്തപ്പോൾ ഈശോയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞവ ഇവർക്ക് ലഭിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം. അതുപോലെ തന്നെ ഈശോയുടെ നിലപാടിലെല്ലാം ഒരു സ്ഥിരതയുണ്ടായിരുന്നു. അടുത്ത പോയിൻ്റാണ് ജീവിത സാഹചര്യങ്ങളുമായി അനുരൂപണം ചെയ്യാനുള്ള കഴിവ്. അതായത് കാലിത്തൊഴുത്തിലാണ് ഈശോ പിറന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ഉപവാസം, അതുപോലെ തന്നെ ഈശോ കടലിലും മലയുടെ മുകളിലൊക്കെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഈശോ അതിനോട് ചേർന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളോടൊപ്പം അവരുടെ ബുദ്ധിമുട്ടുകളിൽ പങ്കു ചേർന്നിട്ടാണ് ഈശോ ചെയ്തത്. അപ്പോൾ ഇത്രയും വ്യക്തിപരമായ സവിശേഷതകൾ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-10 പോയിൻറ്റ്സാണ് ഈശോയുടെ വ്യക്തിത്വ സവിശേഷതകൾ. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് ക്രൈസ്തവ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും സവിശേഷതകൾ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഈശോ ആയിരിക്കണം നമ്മുടെ കേന്ദ്രം. അപ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ആകുക. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾക്ക് തന്നെ പറയാൻ പറ്റണം, ഇനി ഞാനല്ല ഈശോയാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ്ലീഹാനെ പറ്റി പോലെ നമുക്ക് പറയാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ടെന്നാണ്. ഒന്ന്, അതിന് ക്രൈസ്തവ ദർശനം. ഓക്കെ, ക്രൈസ്തവ ദർശനമുണ്ട്. ആ ക്രൈസ്തവ ദർശനത്തിനുള്ള പോയിൻറ്റ്സുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദൈവദർശനം, ആത്മദർശനം, അതുമാതിരി മനുഷ്യദർശനം, അതുപോലെ തന്നെ ലോകദർശനം, സ്വർഗദർശനം. അടുത്താണ് ക്രിസ്തീയ ജീവിത മനോഭാവം. ക്രിസ്തീയ ജീവിത മനോഭാവം എങ്ങനെയായിരിക്കണം? അടുത്ത പോയിൻ്റാണ് ക്രിസ്തീയ ജീവിത ശൈലി. ഇതിൻ്റെ എല്ലാത്തിനും കേന്ദ്രം എന്താണ്? ഇതിനെല്ലാത്തിനും കേന്ദ്രം ക്രിസ്തുവാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഒരു പോയിൻ്റ്, ക്രൈസ്തവരുടെ സ്വർഗദർശനത്തിൻ്റെ അന്യനത എന്താണ്? സ്വർഗദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? സ്വർഗം പ്രാപിക്കുക എന്നാണ്. നമ്മളിപ്പോൾ ഈ വസിക്കുന്ന സ്ഥലം ഭൂമിയിലെ ഈ ഭവനം നശിച്ചു പോകുമെങ്കിലും നശിക്കാതെ ഉള്ളത് സ്വർഗം മാത്രമാണ്. അവിടെ എത്തിച്ചേരാനാണ് നമ്മുടെ ജീവിതം നമ്മൾ നന്മ പ്രവൃത്തിയിലൂടെ നീങ്ങേണ്ടത്. സ്വർഗദർശനം നമുക്ക് ലഭിക്കണം. അപ്പോൾ അത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യമാണ് ഇങ്ങനെ പ്രധാനപ്പെട്ടതാണ്, ഇതിലെ പോയിൻറ്റ്സാണ് ഈ പറയുന്നത്. അടുത്താണ് ക്രിസ്തീയ ജീവിത മനോഭാവം എങ്ങനെയായിരിക്കണം? കാരുണ്യത്തോടെ, ദൈവാശ്രയത്തോടെ, വിശ്വസാഹോദര്യം, നന്മ, പ്രത്യാശ. കാരുണ്യത്തോടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? കാരുണ്യപൂർവ്വം. അടുത്ത ദൈവാശ്രയബോധം. ഒരു കാര്യം നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. വിശ്വസാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂടെയുള്ളവരിൽ നമ്മുടെ സഹോദരന്മാരെ കാണണം, അവരോട് ഒന്നിച്ച് കൂട്ടായ്മയിലായിരിക്കണം നമ്മൾ വളരേണ്ടത്. അടുത്ത നന്മ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് നന്മ. ഒരു ദിവസം നമ്മൾ നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
അപ്പോൾ നന്മ ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ദൈവം കുടികൊള്ളുമ്പോഴാണ് നമുക്ക് അപരനിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തോന്നുള്ളൂ. ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവനെ സഹായിക്കാനും അവർക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ തോന്നണമെങ്കിൽ നമ്മളിൽ ദൈവം കുടികൊള്ളണം, അവരിൽ ദൈവത്തിൻ്റെ മുഖം നാം കാണണം. അടുത്താണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടെന്നുള്ള തോന്നൽ നമുക്കുണ്ടായിരിക്കണം. ആ ഉറച്ച വിശ്വാസം അതിലാണ് നമ്മൾ നീങ്ങേണ്ടത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, അവിടെയാണ് എത്തിച്ചേരേണ്ടത്. ആ വിശ്വാസത്തിലാണ് നീങ്ങേണ്ടത്. അതാണ് പ്രത്യാശ. ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം. അതാണ് ഇവിടെ ആ ആശയമാണ് ഇവിടെ പറയുന്നത്. അടുത്തതാണ് ക്രിസ്തീയ ജീവിത ശൈലി എങ്ങനെയായിരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എങ്ങനെ ജീവിക്കണം. ഒന്നാമത്തെ പോയിൻ്റാണ് ദൈവസ്നേഹം. ദൈവസ്നേഹമാണ് എല്ലാത്തിനും അടിസ്ഥാനം. എപ്പോഴും ഈശോ പറയുന്നത് അതുതന്നെയാണ്, നമ്മൾ സ്നേഹിക്കണം, സ്നേഹമാണ് സർവ്വവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെപ്പോലെ തന്നെ അതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയണം. നമുക്കൊന്നും പറ്റാത്ത കാര്യം, അത്രയും ടഫായൊരു സെൻറ്റൻസാണത്. തന്നെപ്പോലെ തന്നെ അതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതുപോലെ തന്നെ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ദൈവസ്നേഹം. അടുത്താണ് ദൈവ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവ ആരാധന എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ മുഖമുദ്ര ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും കടമ അതാണ്. ഇപ്പോൾ നമ്മൾ മോശ മുൾപ്പടർപ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ മറുപടി എന്താ? എനിക്ക് വേണ്ടി, എന്നെ ആരാധിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരായിരിക്കണം? ആരാധന സമൂഹമായിരിക്കണം. അത് നമ്മൾ ഊണിലും ഉറക്കത്തിലും നമ്മുടെ തലയിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ആരാധന സമൂഹമാണ്. അടുത്ത പോയിൻ്റാണ് നമുക്ക് പറയാനുള്ളത്, പരസ്നേഹം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു പരസ്നേഹം ഉണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഈശോ എപ്പോഴും പറയുന്ന കാര്യമാണ്. അടുത്താണ് ശത്രുസ്നേഹം. ശത്രുസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുസ്നേഹത്തെ നമ്മൾ പറയും അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്. അതിൽ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളാകും. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അടുത്താണ് ശുശ്രൂഷ സന്നദ്ധത. മദർ തെരേസയെ പോലെ, അതുപോലെ തന്നെ അൽഫോൻസമ്മയെ പോലെ, അതുപോലെ തന്നെ വിശുദ്ധ ഡാമിയൻ, അവരെ പോലെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നമ്മൾ മാറ്റിവെക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതാണ് ശുശ്രൂഷ സന്നദ്ധത എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ശുശ്രൂഷ സന്നദ്ധയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം വയനാട് ദുരന്തം ഉണ്ടായി. നമ്മൾ ഒരുപാട് പേര് അവിടെ ചെന്ന് സഹായിക്കാനുള്ള മനസ്കത കാണിച്ചു. അതിൽ ഈ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവിടെ പറയണത്. നമ്മൾ മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കപ്പെടാനും സ്വന്തം ജീവൻ അനേർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രയും ആ മാതൃക നമ്മൾ പിന്തുടരണം. അടുത്ത പോയിൻ്റാണ് ധാർമ്മിക ജീവിതം. ധാർമ്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസം ലഭിച്ച നമ്മളെല്ലാവരും ജീവിക്കേണ്ടതും അതുപോലെയുള്ള പ്രവർത്തികൾക്കനുസരിച്ചിട്ടായിരിക്കണം. അപ്പോൾ അതാണ് ധാർമ്മിക ജീവിതം. അടുത്താണ് പ്രേഷിതത്വം. പ്രേഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളായാലും ക്രിസ്തുവിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങളെല്ലാവരും മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാണ് പ്രേഷിതത്വം. അപ്പോൾ നമ്മളൊരു കാറ്റഗിസ് അധ്യാപികയാണെങ്കിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതൊക്കെ നമുക്ക് സാധിക്കണം. അതിനൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശോനെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ മറ്റു 4 പേർക്ക് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് പ്രേഷിതത്വം എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ സാധിക്കണം. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ സാധിക്കണമെങ്കിൽ താഴെ പറയുന്ന ഈ പോയിൻറ്റ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ് ഈശോയെ അനുഗമിക്കുക. ഈശോ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. സ്നേഹം, കരുണ, ക്ഷമ, ധീരത, അനുകമ്പ. പിന്നെ സഭാത്മകമായി ജീവിതം നയിക്കണം. സഭാത്മകം എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രബോധനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം. അപ്പോൾ സഭയുടെ കൂട്ടായ്മയോടൊത്ത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത്. അത് ദൈവകൃപയിൽ വളരണം. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലാണ് നമ്മൾ വളരേണ്ടത്. ഈശോ വിളിക്കുമ്പോൾ കൃപ നമ്മെ ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ വിശുദ്ധരുടെ മാതൃക നമ്മൾ പിന്തുടരണം. ഒരുപാട് വിശുദ്ധരുണ്ട്.
അൽഫോൻസമ്മ, മറിയം ത്രേസ്യ, എവുപ്രാസമ്മ, ചാവറയച്ചൻ അവരുടെ പറ്റി പഠിക്കാനും അവരുടെ മാതൃക പിന്തുടരാനും കഴിയുമ്പോൾ അവരെ പോലെ നമ്മളും വിശുദ്ധരാകും. ദൈവം നൽകിയ കഴിവുകൾ നമ്മൾ പരിപോഷിപ്പിക്കുക. നമുക്കെല്ലാവർക്കും ഓരോരോ താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് ഇരട്ടിയായിട്ട് കൊടുക്കണം. അപ്പോഴാണ് ദൈവം നൽകിയ കഴിവുകൾ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ആ കിട്ടിയ താലന്തുകൾ നമ്മൾ സമൂഹത്തിൽ വളരെ നമ്മൾ ക്രിയാത്മകമായി ഇടപെടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ആക്റ്റീവായിരിക്കണം. തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും നല്ല വ്യക്തികളുടെ സാന്നിധ്യം സമൂഹത്തിൻ്റെ നന്മയ്ക്കും നിർമ്മിതിക്കും ആവശ്യമാണ്. ക്രിസ്തീയ വ്യക്തിത്വമുള്ളവർ ഒരു സമൂഹത്തിന് അനുഗ്രഹമാണ്, അസറ്റാണ്. ഇതാണ് 4-ാം പാഠത്തിലെ ചെറിയൊരു ആശയം. ഇത് 2 പ്രാവശ്യം ഈ വീഡിയോ കേൾക്കുക. അതിനുശേഷം ഈ ചാപ്റ്റർ നന്നായി വായിക്കുക. താങ്ക് യു.